അസ്സലാമു അലൈക്കും. തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കരൂപ്പടന്ന എന്ന പ്രദേശത്തെ അടുത്തടുത്തുള്ള പേരുകേട്ട 3 പ്രധാനപ്പെട്ട മക്ബറകളിലേക്കാണ് ഈ യാത്ര. ഈ പ്രദേശവാസി കൂടിയാണ് ഞാൻ. കരൂപ്പടന്ന പള്ളിനടയിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് റോഷം ഷാ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സറഉൽ അസീസ് എന്ന മഹാന്റെ മക്ബറയുള്ളത്. മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഒരു മഹാന്റെ മക്ബറയാണ് ഈ കാണുന്നത്. കരൂപ്പടന്ന മുസാഫിരിക്കുന്നിലാണ് ഈ ജാറം ഉള്ളത്. മഹാനായ റോഷം ഷാ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സറഉൽ അസീസ് എന്നറിയപ്പെടുന്ന മഹാൻ വലിയ ആബിദും ആലിമുമായിരുന്നു. ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന സ്വാത്വികരായ പണ്ഡിതന്മാരിൽ ഒരുവൻ കൂടിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. കരൂപ്പടന്ന പള്ളിനടയിൽ നിന്ന് 300 മീറ്റർ അകലെയാണ് ഈ ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുള്ളത്. ഫക്കീർ മുഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സറഉൽ അസീസ് തികഞ്ഞ ആലിമും ആബിദും സാഹിദുമായിരുന്നു അദ്ദേഹം. നായർ കുടുംബത്തിൽ ജനിച്ച മഹാനവർകൾ പരിശുദ്ധമായ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ആത്മീയതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അള്ളാഹു ഭാഗ്യം ചെയ്ത വലിയ മഹാനാണ്. അന്തർപാപ്പ നഗർ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. അന്തർപാപ്പയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഈ മഹാനവർകൾ. പാലക്കാത്തപ്പറമ്പ് ജാറം കരൂപ്പടന്ന പള്ളിനടയിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ മഹാനവർകളുടെ ജാറത്തിലെത്തിപ്പെടാൻ കഴിയും. ഈ മഹാനവർകളുടെ ചരിത്രത്തെപ്പറ്റി കൂടുതൽ അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. مولاي صل وسلم
لمن ألوذ به سواك عند حلول للحديث العميم